ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്നൊരു മീൻകറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പിരുന്ന ചട്ടി ചൂടാന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. പിന്നെ എണ്ണ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആസ് യൂഷ്വൽ കടുകാണല്ലോ പ്രധാനം, അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കറി വെക്കാൻ പോകുന്ന മുളകിലാണ് കേട്ടോ, മുളക് കറിയായിട്ടാണ് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ഞാൻ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതും കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇതിലോട്ടിട്ട് ഈ എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല സൂപ്പർ മണമാണ് കേട്ടോ. ഈ ഉള്ളിയുടെയൊക്കെ മണം ഉണ്ടല്ലോ, അത് വല്ലാതൊരു സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഇതിന് ശേഷം നമ്മളിനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും കൂടി ചേർക്കുകയാണ് കേട്ടോ. ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടാം. അപ്പം ഞാനിവിടെ പറഞ്ഞതുപോലെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിക്കുവാണ് കേട്ടോ. നമ്മുടെ ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടണമല്ലോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ കുറച്ച് തക്കാളി കൂടി ഈ കറിക്കകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുളി ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് തക്കാളി കൂടുതലോ കുറച്ചോ ചേർക്കാം. ചിലർക്ക് തക്കാളി ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ തക്കാളി സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു പാത്രത്തിൽ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടാം കേട്ടോ. എന്നിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഏകദേശം അതൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും ഉള്ളിയും അതിലോട്ട് നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ എരിവ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയാം കുരുമുളക് കൂടി ചേർക്കാം കേട്ടോ. പക്ഷെ എനിക്ക് അത്രയും എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. പക്ഷേ ഈ രണ്ട് കോമ്പിനേഷൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കാത്തത്. എന്നിട്ട് ആസ് യൂഷ്വൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മീനിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ വെള്ളം കൂടുതൽ ചേർക്കുക. മീൻ വേവേണ്ട വെള്ളം ആക്കണം കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ. ഉപ്പ് ചേർക്കാൻ മറക്കാൻ പാടില്ലല്ലോ. പിന്നെ ഞാനിവിടെ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന മീൻ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവൻ അവിടെ കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കപ്പയോ അങ്ങനെ എന്തെങ്കിലും കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിലുണ്ടല്ലോ, അമ്മോ പൊളിച്ച് നല്ല കിടിലൻ ഒരു റെസിപ്പി തന്നെയായിരിക്കും കേട്ടോ. എരിവ് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ, അതുപോലെ തന്നെ പാൽക്കപ്പയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാനിത് കഴിച്ചതെന്ന് പറഞ്ഞാൽ ദോശയുടെ കൂടെ ആട്ടോ. അമ്മോ വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പം ചോറിൻ്റെ കൂടെയും അടിപൊളി തന്നെ.